മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറി. അതുപോലെ തന്നെ അപ്പത്തിനും അതുപോലെ ഇടിയപ്പം ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി അതിനകത്ത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സബോള, 2 വലിയ സബോള ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചതുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 മുട്ടയ്ക്കുള്ള കറിയാണ് കാണിക്കുന്നത്. മുട്ട പുഴുങ്ങാനായിട്ട് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, സബോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട്. സബോള വാടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സബോള വാടാനിടുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് ഒരു 5 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും അതുപോലെ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ കല്ല് വെച്ച് ചതച്ചാലും മതി, ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് സബോള എല്ലാം വാടി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കിടന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി ഒന്നും കൂടെ സബോളയൊക്കെ ഒന്നും കൂടെ നമുക്കൊന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം കൂടെ നന്നായിട്ട് മാറണ വരെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ചതച്ചിടുവാണെങ്കിൽ, അരിഞ്ഞിടുവാണെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് ഇങ്ങനെ അടി പിടിക്കില്ല. പക്ഷെ നമ്മൾ ചതച്ചൊക്കെ ഇടുവാണെങ്കിൽ ഇതിങ്ങനെ പിടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അത് മറക്കരുത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടിട്ട് വെളിച്ചെണ്ണ അതുപോലെ കുറവുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സബോള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. കാശ്മീരി ചില്ലി പൗഡറിനൊക്കെ പച്ചമണം മാറി കുറച്ച് സമയം, സാധാരണ ഇടുന്നതിൽ ഇത്തിരി സമയം നമ്മൾ കൂടുതലൊന്ന് വഴറ്റിയാലാണ് കറക്റ്റ് പച്ചമണം മാറി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളി നന്നായിട്ട് കടന്ന് വെന്ത് നന്നായിട്ട് ഉടയണം തക്കാളി, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വേവുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മൂന്ന് മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂട് കയറണ വരെ നമുക്കൊന്ന് അങ്ങനെ ചെറിയ തീയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കുക, കറക്റ്റ് ആക്കുക. ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറി. ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ആക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കി കറക്റ്റാണ്. ഞാൻ ഇനി അവസാനമായിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം
കറിയുടെ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല. നമ്മുടെ നാടൻ ഇതിനൊക്കെ, അതായത് അപ്പം ഇതിനൊക്കെ കഴിക്കുമ്പോൾ മല്ലിയില ഇല്ലാതെ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ല. ഇടിയപ്പം അപ്പത്തിനൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മല്ലിയില യൂസ് ചെയ്യണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി കറി നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മുളക് പൊടി, അതുപോലെ കുരുമുളക്, പച്ചമുളകിൻ്റെ ഒക്കെ അളവൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ മാറ്റം വരുത്തുക. അതുപോലെ ഷുഗർ ഇട്ടതും ഓപ്ഷണലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസുകൾ അയയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്